ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ഞാൻ ആദ്യം ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. ആദ്യമായി പറഞ്ഞിരിക്കുന്നത് തിയറട്ടിക്കൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. നമ്മൾ സാധാരണ തിയറട്ടിക്കൽ സ്പെസിഫിക് ഗ്രാവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് GMM എന്നാണ്. GMM is equal to 2.434. പിന്നെ ഉള്ളത് ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. GSB equal to 2.323. പിന്നെ ഉള്ളത് എന്ത് വരുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബിറ്റുമിൻ. നമ്മൾ തന്നെ GB equal to 1.05. പിന്നെ ഉള്ളത് പെർസെൻറ്റേജ് ഓഫ് ബിറ്റുമിൻ. PB equal to 4.35. ഓക്കെ, പിന്നെ കണ്ടുപിടിക്കേണ്ടത് BMAയും BFBയും. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ അൺനോൺസ്. ഇനി ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രണ്ട് ടേംസും കൂടെ അറിഞ്ഞിരിക്കണം. മറ്റൊന്നുമല്ല, GSCയും PAയും. ഓക്കെ, അപ്പൊ ആദ്യം ഈ ടേംസുകളൊക്കെ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമുക്കിപ്പം ഈ മിക്സ്ഡ് ഡിസൈൻ ഒരു ടെർമിനോളജി ഉണ്ട്. ഓക്കെ, ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് GMM എന്ന് കാണിക്കുന്നു. ഈ G കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ G എന്നുള്ള ടേം സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി. ടെർമിനോളജി കുറെ വാക്കുകളുണ്ട്, എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമുള്ളത് മാത്രം ഞാൻ പറയാം. സ്റ്റാർട്ടിങ്ങിലെ ക്യാപിറ്റൽ G ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഓക്കെ, ഇനി ഏറ്റവും എൻഡില് ഒരു M ഉണ്ട്, B ഉണ്ട്. ചിലടത്ത് GMM ആണ്, ചിലടത്ത് GSP അല്ല, GMB ആട്ടോ. GMB ആണ്, GMB. ഓക്കെ, ഈ എൻഡിലെ എമ്മും ബിയും ഉണ്ട്. ഏറ്റവും ലാസ്റ്റിലെ M ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാക്സിമം B ആണെന്നുണ്ടെങ്കിൽ ബൾക്ക് E ആണെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ്. ഓക്കെ, ഇനി ക്യാപിറ്റൽ G വരുന്ന പോലെ തന്നെ ചിലടത്ത് P ആവുന്നിരിക്കുന്നത്. ക്യാപിറ്റൽ P ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജിനെയാണ്. പെർസെൻറ്റേജ്. ഓക്കെ, ഇനി GMM ഉണ്ട്, GMB ഉണ്ട്, അതുപോലെ GSE ഉണ്ട്. നടുക്കത്തെ വാല്യൂസ്, നടുക്കത്തെ ചിലപ്പോൾ M ആണ്, ചിലടത്ത് S ആണ്. M ഫോർ മിക്സും S ഫോർ അഗ്രിഗേറ്റും ആണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് മിഡിൽ ടേം ആണ്. ഇത് ലാസ്റ്റ് ടേം ആണ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ പറയുന്നുണ്ട് GMM ഉം GMBയും. ഓക്കെ, GMM എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി. ക്യാപിറ്റൽ G ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ മിഡിലുള്ള M എന്ന് പറഞ്ഞാൽ മിക്സ്, ലാസ്റ്റിലെ M എന്ന് പറഞ്ഞാൽ മാക്സിമം. അപ്പോൾ മാക്സിമം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിക്സ്, അതിനാണ് GMM എന്ന് പറയുന്നത്. GMB എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി, അടുക്കത്തെ M എന്ന് പറഞ്ഞ മിക്സ്, B സ്റ്റാൻഡ്സ് ഫോർ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് GSB എന്നാണ്. ഓക്കെ, ഇനി ഇവിടെ GB എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബിറ്റുമിൻ ആണ്. PB എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ബിറ്റുമിൻ ആണ്. BMAയും BFB നമുക്കറിയാം. BMAയുടെ BFBയുടെ ഫുൾ ഫോം എന്തായിരുന്നു? വാട്ട് ഇസ് BMA? BMA എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണല്ലോ. വോയിഡ്സ് ആൻഡ് മിനറൽ അഗ്രിഗേറ്റ്. VFB എന്ന് പറഞ്ഞാൽ voids filled with bitumen. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് കുറച്ച് ടേംസ് അറിയേണ്ടതായിട്ടുണ്ട്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഓർത്താൽ മതി. GMM ഉം GMB എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സിന്റെ, ബിറ്റുമിനസ് മിക്സിന്റെ മാക്സിമം സ്പെസിഫിക് ഗ്രാവിറ്റിയും GMB എന്ന് പറഞ്ഞാൽ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി. എന്തായിരിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന സംഭവം. GMM ഉം GMB തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? GMM എന്ന് പറഞ്ഞാൽ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി, നോർമൽ കണ്ടീഷനിലെ സ്പെസിഫിക് ഗ്രാവിറ്റി. സോറി, GMB എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടീഷൻ സ്പെസിഫിക് ഗ്രാവിറ്റി. GMM എന്ന് പറയുന്ന സംഭവം എന്തായിരിക്കും?
GMM എന്ന് പറയുമ്പോൾ എന്താ ഈ സംഭവം? വോയിഡ്സ് ഒന്നും ഇല്ലാത്തപ്പം. വോയിഡ്സ് ഒന്നും കറക്റ്റ്. വോയിഡ്സ് ഒന്നും ഇല്ലാത്തപ്പം അതിന് കിട്ടാവുന്ന മാക്സിമം സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് GMM എന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ GB എന്ന് പറഞ്ഞാൽ ആ ബിറ്റുമിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. PB എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് ബിറ്റുമിൻ. പിന്നെ ഉള്ളത് PA ആണ്. PA എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് എയർ വോയിഡ്സ്. PA എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് എയർ വോയിഡ്സ്. പിന്നെ ഒരു പുതിയ ടേം ഉള്ളത് GSE. GSE എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റ്. ഇഫക്റ്റീവ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റ്. അപ്പൊ ഈ 6 ടേംസ് ഒന്ന് അറിഞ്ഞിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിടുക. GMM എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പെസിഫിക് ഗ്രാവിറ്റി. GMB എന്ന് പറഞ്ഞാൽ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി. GB എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബിറ്റുമിൻ. PB എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് ബിറ്റുമിൻ. ഈ 4 എണ്ണവും നമ്മുടെ ക്വസ്റ്റനിലുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VMAയും VFB ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ 2 എണ്ണം കൂടി കിട്ടിയാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. GSEയും PA. GSE എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റ്. PA എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് എയർ വോയിഡ്സ്. അപ്പൊ എങ്ങനെയാണ് ഈ ഷോർട്ട് ഫോം കൊടുത്തുള്ള ടെർമിനോളജി ഇവിടെ കൊടുത്തിരിക്കുന്നത്? പെർസെന്റേജിനെ നമ്മൾ P ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ G ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ ലാസ്റ്റിലത്തെ ഈ പറഞ്ഞ M, B, E എന്ന് പറഞ്ഞ മാക്സിമം ബൾക്ക് ഇഫക്റ്റീവ്. മിഡിലുള്ള എമ്മും എസും മിക്സിനെയും അഗ്രിഗേറ്റിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അത് വലിയ കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം മനസ്സിലായോ? നമുക്ക് തന്നിട്ടുള്ള 4 ഡേറ്റ ഏതൊക്കെയാണെന്നും കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആണോ? ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള 4 ഡേറ്റ ഏതൊക്കെയാണെന്നും കണ്ടുപിടിക്കുന്ന ഡേറ്റ ഏതൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് GMM ക്വസ്റ്റ്യനിലുണ്ട്, GMB ഉണ്ട്, പിന്നെ GBയും PBയും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VMA, VFB ആണ്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് GSEയും PAയും അറിയണം. PA എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് എയർ വോയിസ് അറിയണം. ഓക്കെ, അപ്പൊ PAയുടെ കുറച്ച് ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. പെർസെന്റേജ് എയർ വോയിഡ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് എയർ വോയിസ് PA is equal to GMM minus GMB by GMM into 100. അതിലെ GMM ഉം GMB എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ മിക്സിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. GMM എന്ന് പറഞ്ഞാൽ എയർ വോയിഡ്സ് ഒന്നും ഇല്ലാത്ത കേസിൽ അതിന് കിട്ടാവുന്ന മാക്സിമം സ്പെസിഫിക് ഗ്രാവിറ്റി. GMB എന്ന് പറഞ്ഞാൽ അതിന് ആക്ച്വലി കിട്ടിയ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും ആക്ച്വലി എയർ വോയിഡ്സ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എയർ വോയിഡ്സ്, പെർസെന്റേജ് എയർ വോയിഡ്സ്, PA, പെർസെന്റേജ് എയർ വോയിഡ്സ് is equal to GMM minus GMB by GMM into 100. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എയർ വോയിഡ്സിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ചെയ്ത് നോക്കിയേ. ക്വസ്റ്റനിൽ GMM ഉണ്ട്. GMM എന്ന് പറഞ്ഞാൽ എയർ വോയിഡ്സ് ഒന്നും ഇല്ലാത്ത കേസിലെ സ്പെസിഫിക് ഗ്രാവിറ്റി. GMB എന്ന് പറഞ്ഞാൽ എയർ വോയിഡ്സ് ഉള്ള കേസിലെ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ആക്ച്വലി കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. Just try to find out what is the percentage air voids in this given mix. ഇവിടെ വരുമ്പോൾ 2.434 minus 2.323 divided by 2.434 into 100. നോർമലി അതിന്റെ ഒരു പെർസെന്റേജ് എയർ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4 to 6 ആ റേഞ്ചിലേ വരത്തുള്ളൂ. ഒന്ന് ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നതെന്ന്. 4.56 ആണോ? എല്ലാവർക്കാണോ കിട്ടുന്നത്? 4.56 ആണോ കിട്ടുന്നത്? ശരിയായിരിക്കണം, കാരണം ഈ റേഞ്ചിലേ വരത്തുള്ളൂ വാല്യൂ. Okay, so the percentage air voids is 4.56. Okay, now second step എന്ന് പറഞ്ഞാൽ we have to find what is GSE.
ഇഫക്റ്റീവ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റ്. അതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ അഗ്രിഗേറ്റിനും ഈ പറഞ്ഞ പോലെ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയും മാക്സിമം സ്പെസിഫിക് ഗ്രാവിറ്റിയും ഉണ്ട്. പക്ഷെ ഒരു മിക്സിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഈ രണ്ടും അല്ല നമ്മൾ എടുക്കുന്നത്. കാരണം ഈ അഗ്രിഗേറ്റിന്റെ അകത്തോട്ട് കുറച്ച് ബിറ്റുമിൻ കയറി പോകും. പറഞ്ഞ മനസ്സിലായോ? ഈ അഗ്രിഗേറ്റിന് ഒരു ശരിക്കും പറഞ്ഞ ഒരു മാക്സിമം സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, ബൾക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇഫക്റ്റീവ് എന്നുള്ള ടേമാണ്. കാരണം ഒരു ബിറ്റുമിനസ് മിക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ അഗ്രിഗേറ്റിന്റെ പോർസിലേക്ക് കുറച്ച് ബിറ്റുമിൻ കയറി പോകും. അപ്പൊ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ മാറ്റം ഉണ്ടാവും. സോ വി ആർ യൂസിങ് ദ ടേം ഇഫക്റ്റീവ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ GSC is equal to 100 minus PB divided by 100 by GMM minus PB by GB. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അഗ്രിഗേറ്റിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് നമുക്ക് വേണ്ടത്. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ നിന്ന് ബിറ്റുമിന്റെ കോൺട്രിബ്യൂഷൻ കുറയ്ക്കും. അതായത് 100 നിന്ന് PB, ദാറ്റ് ഇസ് പെർസെന്റേജ് ഓഫ് ബിറ്റുമിൻ നമ്മൾ കുറയ്ക്കും. ഡിനോമിനേറ്ററിലും 100 by GMM കിട്ടാമായിരുന്ന മാക്സിമം സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണോ അതിൽ നിന്ന് ബിറ്റുമിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കുറയ്ക്കും. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഈ അഗ്രിഗേറ്റിന്റെ ഇഫക്റ്റീവ് സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാവോ? PB നമുക്കറിയാം, PB അറിയാം. PB എന്ന് പറഞ്ഞ പെർസെന്റേജ് ഓഫ് ബിറ്റുമിൻ ആണ്, അത് 4.35 ആണ്. GB എന്ന് പറഞ്ഞാൽ ബിറ്റുമിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, അത് 1.05 ആണ്. GMM അറിയാം. Just try to find out what is GSC. That is effective specific gravity of aggregate. ഞാൻ ഒന്നിട്ട് പറയാം. നമ്മളോട് ചെയ്തത് അഗ്രിഗേറ്റിന്റെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അതിന് മൊത്തത്തിൽ നിന്ന് ബിറ്റുമിന്റെ കോൺട്രിബ്യൂഷൻ കുറയ്ക്കുവാണ് നമ്മളോട് ചെയ്യുന്നത്. 100 മൈനസ് PB എന്ന് പറഞ്ഞാൽ 100 ഫുൾ, അതിന് പെർസെന്റേജ് ഓഫ് ബിറ്റുമിൻ കുറയ്ക്കുക. ഡിനോമിനേറ്ററിലും GMM എന്ന് പറഞ്ഞാൽ ആ മിക്സിന് കിട്ടാമായിരുന്ന മാക്സിമം ഡെൻസിറ്റി ആണ്, അല്ല സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. അതിൽ നിന്ന് ബിറ്റുമിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കുറയ്ക്കുക ചെയ്യുന്നത്. സോ ഇവിടെ വരുമ്പോൾ 100 മൈനസ് PB എന്ന് പറഞ്ഞാൽ 4.35 divided by 100 by 2.434 minus 4.35 by 1.05. ഇതിന്റെ വാല്യൂ ഒരു 2.5-നും 2.8-നും ഇടയ്ക്കായിരിക്കും. നോർമലി ബിറ്റുമിന്റെ അഗ്രിഗേറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഇഫക്റ്റീവ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 2.5-നും 2.7-നും ഇടയ്ക്കാണ് വരുന്നത്. Point 59. 2.59 ആണോ? അതെ. Okay, 2.59. What about the others? Same ആണ് കിട്ടുന്നത്? Yes, sir. Okay. So the answer is 2.59. Okay. അപ്പോൾ നമ്മൾ ആദ്യം പെർസെന്റേജ് എയർ വോയിഡ്സ് കണ്ടുപിടിച്ചു, രണ്ടാമത് നമ്മൾ ഇഫക്റ്റീവ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, I hope it is clear till this portion. ഇതെല്ലാം ക്ലിയർ ആണ്? ഹരിജിത്ത് ക്ലിയർ ആണോ ഇത്? Yes, sir. ഓക്കെ, ഇനി ബാക്കി പോവാം. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റനിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റനിൽ എന്താ വേണ്ടത്? നമുക്ക് we have to find what is VMA. Okay, we have to find VMA. Now equation for finding VMA is
VMA is equal to 100 minus GSB into 100 minus PB by GSC. Okay. VM എന്ന് പറഞ്ഞ voids in mineral aggregate ആണ്. voids in mineral aggregate ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? മൊത്തത്തിൽ നിന്ന് ഈ അഗ്രിഗേറ്റിന്റെ കോൺട്രിബ്യൂഷൻ കുറയ്ക്കുക ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ഫേസ് ഡയഗ്രാം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഫേസ് ഡയഗ്രാം പഠിച്ചപ്പോൾ അതിനകത്ത് 3 സംഭവങ്ങളാണ് ഉള്ളത്. ഒന്ന് അഗ്രിഗേറ്റ് ആണ്, ഒന്ന് അഗ്രിഗേറ്റ്, ഒന്ന് ബൈൻഡർ, ഒന്ന് ബിറ്റുമിൻ. ഓക്കെ, ഈ രണ്ടുകൂടെ കൂട്ടുന്നതാണ് VM എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മൊത്തത്തിൽ നിന്ന് ഈ കോൺട്രിബ്യൂഷൻ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് VMA കിട്ടും. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു യൂസ്. VMA is equal to 100 minus GSB into 100 minus PB by GSC. Okay, so GSB അല്ല, GMB ആട്ടോ, GMB, bulk specificity of the mix. അപ്പൊ നമുക്ക് കിട്ടും VMA is equal to 100 minus GMB, എനിക്ക് തോന്നുന്നു 2.323 ആണ്, 2.323 into 100 minus 4.35 divided by ഇപ്പൊ കിട്ടിയ വാല്യൂ 2.59. ഇത് ചെയ്യുമ്പോൾ നമുക്ക് VMA കിട്ടും, voids in mineral aggregate കിട്ടും. ചെയ്തു നോക്കി. ഇതൊരു ടേം ആട്ടോ, 100 മൈനസ് കിട്ടിയ ആർക്കെങ്കിലും VMA ആർക്കെങ്കിലും കിട്ടിയോ? സാറേ 14.21 ആണോ? സംതിങ് അറൌണ്ട് 14.2 വരും. 14.2. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 15% വേണമെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് 14.2 കിട്ടും. VMA, അതായത് voids in mineral aggregate എന്ന് പറഞ്ഞാൽ 14.2. ഓക്കെ, അപ്പൊ സംഭവം എന്നാ, നമുക്കിപ്പോ ഒരു ഫേസ് ഡയഗ്രാം വരച്ചാല് അഗ്രിഗേറ്റ്, പിന്നെ ബിറ്റുമെൻ, പിന്നെ എയർ. അഗ്രിഗേറ്റ്, ബിറ്റുമെൻ, എയർ. വോളിയം വൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ, അഗ്രിഗേറ്റ്, ബിറ്റുമെൻ, എയർ. അപ്പോൾ ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ 14.21 ആണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VFB ആണ്, voids filled with bitumen ആണ്. അതായത് നമുക്കിത് 14.21 ആണെന്ന് അറിയാം അല്ലെ. നമുക്ക് പെർസെന്റേജ് എയർ വോയിഡ്സ് അറിയാം. എത്രയായിരുന്നു പെർസെന്റേജ് എയർ വോയിഡ്സ് ആദ്യം കിട്ടിയ? 4.56. അതായത് ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ 4.56 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയേണ്ടത് ഈ പോർഷൻ, ഈ ബിറ്റുമിന്റെ പോർഷൻ എത്രയാണെന്ന് അറിയണ്ടേ. അതായത് ബിറ്റുമിൻ പ്ലസ് എയർ 14.21 ആണ്, എയർ എന്നുള്ളത് 4.56 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വോയിഡ് പോർഷന്റെ എത്ര ശതമാനമാണ് ബിറ്റുമിൻ ഫില്ല് ചെയ്തെന്ന് നമുക്ക് അറിയണം. ദാറ്റ് ഈസ് വോയിഡ്സ് ഫിൽഡ് വിത്ത് ബിറ്റുമിൻ. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ VFB is equal to VMA minus PA divided by VMA.
equal to 14.21 minus 4.56 divided by 14.21. ചെയ്ത് നോക്കിയേ. voids filled with bitumen. അതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 65 to 75 വരണം. ആ റേഞ്ചിലാണ് വാല്യൂ വരേണ്ടത്. കിട്ടിയോ ആർക്കെങ്കിലും? VFB ആർക്കെങ്കിലും കിട്ടിയോ? $67.83. 67.8 ഇതാണ് എല്ലാവർക്കും കിട്ടുന്നത്. 67.8 ആണോ? ഓക്കെ, കറക്റ്റ് ആൻസർ ആയിരിക്കും. 67.8. അപ്പൊ എത്ര ഉള്ളൂ ആൻസർ? ഓക്കെ, നമ്മൾ ചെയ്ത കാര്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. ഒന്ന് GMBയും പിന്നെ ഉള്ളത് GMM. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും മിക്സിന്റെ പ്രോപ്പർട്ടിയാണ്. മിക്സിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി രണ്ടും കാണിക്കുന്നത്. B എന്ന് പറഞ്ഞാൽ ബൾക്ക്, അവിടെ എയർ വേർഡ്സ് കൺസിഡർ ചെയ്യും. M എന്ന് പറഞ്ഞാൽ മാക്സിമം എയർ വേർഡ്സ് ഇല്ലാത്ത കേസ്. അപ്പൊ അതിൽ നമുക്ക് പെർസെന്റേജ് എയർ വേർഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. PA എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് എയർ വേർഡ്സ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത് GSC ആണ്, അതായത് ഇഫക്റ്റീവ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റ്. അപ്പൊ അതിന് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തു, GSC കണ്ടുപിടിച്ചു. പിന്നീട് നമുക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? BMA. BMA എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫേസ് ഡയഗ്രാമെങ്കിൽ അതിൽ വോയിഡ്സ് വരുന്ന പോർഷൻ, അല്ലെങ്കിൽ ടോട്ടലി അഗ്രിഗേറ്റിന്റെ കോൺട്രിബ്യൂഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് വോയിഡ്സ് ഇൻ ഇന്റർ അഗ്രിഗേറ്റ് കിട്ടും. ആ BMAയുടെ എത്ര പോർഷൻ ആണ് ബിറ്റുമെൻ ഫിൽ ചെയ്യുന്നത്, അതാണ് VFB എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് 4 തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടിയിരുന്നത് BMA, VFB ആണ്. അതിനിടയ്ക്ക് നമുക്ക് PAയും അല്ലെങ്കിൽ പെർസെന്റേജ് എയർ വേർഡ്സും ഇഫക്റ്റീവ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റും കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്തത് മനസ്സിലായോ? സംശയമുണ്ടോ ചെയ്തതിനകത്ത്? കുറച്ച് ഒന്നുകൂടെ ഇക്വേഷൻ കാണാൻ പഠിച്ചേ പറ്റുള്ളൂ, വേറെ മാർഗ്ഗമില്ല. ചെയ്ത കാര്യം മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഇന്നലെ സ്പെസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു BMAക്ക് മിനിമം 50% വേണ്ടത്, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. VFB എന്നുള്ളത് 65 to 75% ആണ്, അതും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എയർ വേർഡ്സ് എന്നുള്ളത് ഒരു 4 to 6 ആയിരിക്കും, അപ്പൊ അതും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. റിക്വയർമെന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാമ്പിൾ ക്വസ്റ്റൻ പേപ്പർ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഇതുപോലത്തെ ടോപ്പിക്കുകളൊക്കെ ഞാൻ പഠിക്കുന്നത് എന്റെ MTechലാണ്. BTech ലെവലിലൊന്നും ഇത് പഠിച്ചിട്ടേ ഇല്ല. ഇത് സത്യം പറഞ്ഞാൽ ഈ ടോപ്പിക്കുകളൊക്കെ ഒരു MTech ലെവലിൽ വരേണ്ടതാണ്. അധികം കോളേജിൽ സബ്ജക്ട് പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഇന്നലെ എന്നെ മാർബസ്റ്റിൽ ട്രിവാൻഡ്രത്ത് പഠിപ്പിക്കുന്ന സാറ് വിളിച്ചപ്പോൾ ചോദിച്ചു ഇതുപോലത്തെ ക്വസ്റ്റൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ എങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്വസ്റ്റൻ പഠിച്ചു വെക്കുക, ഈ ഒരു ക്വസ്റ്റനും ഈ ഒരു ഇക്വേഷനും പഠിച്ചു വെക്കുക. ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കാനൊന്നും സാധ്യതയില്ല. പിന്നെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ഗുണം ഉണ്ടാവും, നിങ്ങൾക്ക് ഓരോ ടേംസ് എന്താണെന്നുള്ളത് മനസ്സിലാകും. അപ്പൊ ഇതാണ് സാധാരണ മിക്സ്ഡ് ഡിസൈനിൽ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷനും ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒപ്റ്റിമം ബൈൻഡർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഇനി let us try to move into the summary of the Marshall mixed design. നമ്മൾ മാർഷൽ മിക്സ്ഡ് ഡിസൈനിന്റെ ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് പറഞ്ഞായിരുന്നു. അതിനകത്ത് 1-2 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത്, റീറ്റെയിൻഡ് സ്റ്റെബിലിറ്റി എന്നൊരു ടെസ്റ്റ് ഉണ്ട്. റീറ്റെയിൻഡ് സ്റ്റെബിലിറ്റി, അതായത് ഇറ്റ് ഇസ് യൂസ് ടു ഇവാലുവേറ്റ് മോയ്സ്ചർ റെസിസ്റ്റൻസ്. ഇപ്പൊ നമുക്ക് മാർഷൽ മിക്സ്ഡ് ഡിസൈനിന്റെ സാധാരണ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. സപ്പോസ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ബിറ്റുമിനസ് മിക്സ് നല്ല ഒരു റെയിൻഫോൾ ഉള്ള സ്ഥലത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ we have to find the moisture resistance of the mix. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 6 സാമ്പിൾ ഉണ്ടാക്കും. ഓരോ ബിറ്റുമിൻ കണ്ടലിലും 6 സാമ്പിൾ ഉണ്ടാക്കും. 3 എണ്ണം
ഡ്രൈ കണ്ടീഷനിലും ടെസ്റ്റ് ചെയ്യും, 3 വെറ്റ് കണ്ടീഷനിലും ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ TSR എന്നൊരു ടേം ഉപയോഗിക്കും. TSR is equal to ITS wet divided by ITS dry. അതായത് നമ്മൾ ITS എന്ന ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ പടത്തിൽ കാണിക്കുന്നതാണ് ITS ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലാബിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് ഒരു ഡ്രൈ സാമ്പിൾ ഉണ്ടാക്കും, 3 ഡ്രൈ സാമ്പിൾ, 3 വെറ്റും ഉണ്ടാക്കും. വെറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ ഉണ്ടാക്കിയിട്ട് 24 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കും. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിന്റെ ഇൻഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് നോക്കും. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഡ്രൈ കണ്ടീഷൻ ചെയ്യും. അപ്പൊ TSR എന്ന് പറഞ്ഞാൽ TSR is equal to വെറ്റിന്റെ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഡ്രൈയുടെ സ്ട്രെങ്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ TSR വാല്യൂ 1 താഴെ ആയിരിക്കുമോ 1 മുകളിലായിരിക്കുമോ? TSR വാല്യൂ 1 താഴെ ആയിരിക്കും. തീർച്ചയായിട്ടും 1 താഴെ ആയിരിക്കും. വെള്ളത്തിൽ മുക്കിയിട്ടെന്ന് പറയും, അതിന്റെ റെസിസ്റ്റൻസ് കുറയും. പക്ഷേ അതിന് മിനിമം ഒരു 0.8 എങ്കിലും വേണം. മിനിമം 0.8 എങ്കിലും വേണം. ഓക്കെ. ഇപ്പൊ ചില കേസിൽ ഈ അഗ്രിഗേറ്റ് വളരെ മോശമാണെങ്കിൽ 0.8 താഴെ പോകും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ലൈം ഇട്ടിട്ട് ഇതിനെ മോഡിഫൈ ചെയ്യും. ലൈം ഇട്ടിട്ട് മോഡിഫൈ ചെയ്യും. ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ഒപ്റ്റിമം ബിറ്റുമെൻ എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ 4% എയർ വോയിഡ്സ്. നമുക്ക് 4% എയർ വോയിഡ്സ് കിട്ടുന്ന ബിറ്റുമിൻ കണ്ടന്റ് ഏതാണോ അതാണ് നമ്മുടെ ഒപ്റ്റിമം ബിറ്റുമിൻ കണ്ടന്റ് എന്ന് പറഞ്ഞത്. പക്ഷെ ഈ മിക്കവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, മാർഷൽ സ്റ്റെബിലിറ്റി മാക്സിമം ആകുന്ന വാല്യൂ ആണ് ഒപ്റ്റിമം ബൈൻഡർ. അങ്ങനെയല്ല, എപ്പോഴും 4% കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഒപ്റ്റിമം ബൈൻഡർ കണ്ടന്റ് എന്ന് പറഞ്ഞത്. പക്ഷേ അത് പാരലി കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് മാർഷൽ സ്റ്റെബിലിറ്റി മിനിമം 9 kN വേണം. VFB എന്ന് പറഞ്ഞാൽ 65-75 ഇടയ്ക്ക് വേണം. ഇപ്പൊ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 67 സംതിങ് ആയി കിട്ടിയത്. അതുപോലെ VMA മിനിമം 15% വേണം. നമുക്കത് 14 14.1 ആണ് കിട്ടി അല്ലേ? 14.1 ആണ് കിട്ടിയത്. വെരി ക്ലോസ് ടു 15. ഫ്ലോ വാല്യൂ ഷുഡ് ബി 2 to 6. ഇതാണ് സാധാരണ നമുക്ക് ഒരു ബൈൻഡറിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ മെത്തേഡ്സിന് 2 ഡ്രോബാക്സ് ഉണ്ട്. 2 ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്രസീവ് ലോഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ മാർഷൽ ടെസ്റ്റിന് ഞാൻ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തായിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കംപ്രഷൻ ടെൻഷനായിട്ട് വ്യത്യാസം എന്താ? നിങ്ങൾ പഠിച്ചിട്ടുള്ള കംപ്രഷനും ടെൻഷനായിട്ട് വ്യത്യാസം എന്താ? ടെൻഷൻ പുള്ളാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ പുൾ ചെയ്യുവാണ്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞെക്കി പൊട്ടിക്കുന്ന പോലെ അല്ലെ? ഇനി വേറൊരു അവസ്ഥയുണ്ട്, ഷിയർ എന്ന് പറയും. എന്താ ഷിയർ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും ഷിയർ എന്ന് പറഞ്ഞാൽ? തെന്നി മാറുന്നത്. തെന്നി മാറുന്നത്. കറക്റ്റ്. അപ്പൊ തെന്നി മാറുന്ന അവസ്ഥയാണ് ഷിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇവൻ റോഡ് ആയിക്കോട്ടെ, കോൺക്രീറ്റ് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, ഇറ്റ് ക്യാൻ ഫെയിൽ ഇൻ ടെൻഷൻ, കംപ്രഷൻ ഓർ ഷിയർ. നിങ്ങൾ ആലോചിക്കും, ഒരു റോഡ് ഫെയിൽ ആകുന്നത് ഈ 3 ഏത് കാരണമായിരിക്കാം? ടെൻഷൻ കാരണമാണോ, കംപ്രഷൻ കാരണമാണോ, ഷിയർ കാരണമാണോ? നിങ്ങൾ ഈ മണർകാട് അല്ല പുതുപ്പള്ളി ഞാലിക്കുഴി റോഡുണ്ട്, അതിലെ കൂടെ പോയിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ പഴയ ഒരു നല്ല റോഡുണ്ടായിരുന്നു. അതിന് മുകളിൽ കൂടെ ഒരു ലെയറുടെ പണിതു. പക്ഷെ ഇപ്പൊ ആ വളവിലൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ പുതിയ ലെയറിന്റെ ചെറിയ ചെറിയ പാളികൾ ഇളകി പോയിട്ടുണ്ട്. അത് ഡീലാമിനേഷൻ എന്ന് പറയും. ഡീലാമിനേഷൻ, അതായത് താഴെ ഒരു ലെയർ ഉണ്ടായിരുന്നു, അതിന് മുകളിലത്തെ ലെയർ ഇളകിപ്പോയിരിക്കുകയാണ്. താഴത്തെ ലെയറിന് കുഴപ്പമൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ 2 ലെയർ തമ്മിലുള്ള ബോണ്ടിങ്, അല്ലെങ്കിൽ നമ്മൾ ടാക്കോട്ടൊക്കെ പഠിച്ചാണ്, ഈ ടാക്കോട്ട് പ്രോപ്പർ ആകാത്തതുകൊണ്ട് ഇളകി പോകുന്നതാണ്. ഈ ഇപ്പൊ ഓടുന്ന വണ്ടികളൊക്കെ ഹെവി ട്രാഫിക് ലോഡ് ആയതുകൊണ്ട് തന്നെ ഷിയറിങ് കണ്ടമാനം കൂടുതലാണ്, ഷിയർ ഫോഴ്സ് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഒരു കംപ്രസീവ് ലോഡ് മാത്രം പോരാ സത്യം പറഞ്ഞ ഒരു മിക്സിനെ ഡിസൈൻ ചെയ്യാനായിട്ട്. അതാണ് അതിന് ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ മാർഷൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് കംപ്രസീവ് ലോഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദേ ആർ നോട്ട് കൺസിഡറിങ് അബൌട്ട് ഷിയർ സ്ട്രെങ്ത്. അതാണ് ഈ മെത്തേഡിന്റെ ഒന്നാമത്തെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അത് പെർഫോമൻസ് ബേസ്ഡ് അല്ല. അതായത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനം ഡൽഹിയിൽ ഉപയോഗിക്കാനാണെങ്കിലും കേരളത്തിൽ ഉപയോഗിക്കാനാണെങ്കിലും എല്ലായിടത്തും ഉപയോഗിക്കാനാണെങ്കിലും ഒരേ പ്രൊസീജിയറാണ്. അതിന് എവിടെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ 2 മെയിൻ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കൺസിഡറിങ് ഓൺലി കംപ്രസീവ് ലോഡ്, 2 പിന്നെ അതിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എവിടെയാണ് ഉപയോഗിക്കാൻ പോകുന്നുള്ളത് അത് കൺസിഡർ ചെയ്യുന്നില്ല. അതായത്
ഒരു റട്ടിങ് ഫെറ്റീഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫെയിലിയർ ക്രൈറ്റീരിയ. ആ ഫെയിലിയർ ക്രൈറ്റീരിയ ഒന്നും കൺസിഡർ ചെയ്യാതെ എല്ലാവർക്കും വേണ്ടി ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ രണ്ട് ഡ്രോബാക്സ് എന്നുള്ളത്. അപ്പൊ ഒന്ന് എഴുതിയെടുക്കുക, നമ്മുടെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്നുള്ളതും ഇതിന്റെ രണ്ട് ഡ്രോബാക്സും ഒന്ന് എഴുതിയെടുക്കുക. നമുക്കിനി ബാക്കിയുള്ളത് സൂപ്പർ പേ മിക്സ് ഡിസൈൻ ആണ്. സൂപ്പർ പേ മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ മാർഷൽ മിക്സ് ഡിസൈൻ പോലെ തന്നെയാണ്, അതിനേക്കാൾ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അത് അടുത്ത ക്ലാസ് ഞാൻ എടുക്കാം. അപ്പൊ നാളെ കൊണ്ട് നമ്മുടെ മൊഡ്യൂൾ 2 തീരും. നമുക്ക് സീരീസ് എക്സാമിന് മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 ആണ്. നിങ്ങൾക്ക് മൊത്തം 10 ക്വസ്റ്റ്യൻ ഉണ്ട്. 10 ക്വസ്റ്റ്യനിൽ 5 എണ്ണം മൊഡ്യൂൾ 1 നിന്നും 5 എണ്ണം മൊഡ്യൂൾ 2 നിന്നുമാണ്. ഓക്കെ, രണ്ടും ഈക്വൽ വെയിറ്റേജ് ആണ്. ഒരു മൊഡ്യൂളിൽ നിന്ന് 3 മാർക്കിന്റെ 3 ക്വസ്റ്റ്യനും 8 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 8 8 16, പിന്നെ 3 മാർക്കിന്റെ 3 എണ്ണം 9. അങ്ങനെ 25 മാർക്ക് വീതം മൊഡ്യൂൾ 1 നിന്നും മൊഡ്യൂൾ 2 നിന്നും മൊത്തം 10 ക്വസ്റ്റ്യൻ ഉണ്ട്. 3 മാർക്കിന്റെ 6 എണ്ണം, 8 മാർക്കിന്റെ 4 എണ്ണം. ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ ആ പ്രോബ്ലം ചെയ്തതിനകത്ത് ടേംസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചാണ് കേട്ടോ. കാര്യം അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി അധികം കാണത്തില്ല. ഇതുപോലത്തെ വർക്ക് ഔട്ട് ക്വസ്റ്റ്യൻ ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ കാണത്തില്ല. അതുകൊണ്ട് എന്താണ് GSC, എന്താണ് GMB, ആ ടേംസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാവത്തില്ല. ഇത് എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഒറ്റക്കല്ല പറഞ്ഞു നിർത്താം. ഇമ്പോർട്ടൻസ് ഓഫ് മിക്സിംഗ് ആൻഡ് കോമ്പാക്ഷൻ ടെമ്പറേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ ഈ വിറ്റമിൻ മിക്സ് ഉണ്ടാക്കുമ്പോൾ അതിന് 4 സ്റ്റേജ് ആവില്ല. ബേസിക്കലി 4 സ്റ്റേജ് ഉണ്ട്: പ്രൊഡക്ഷൻ, ഹോളിംഗ്, ലേയിങ് ആൻഡ് കോമ്പാക്ഷൻ. എന്തൊക്കെയായിരിക്കും ഈ 4 സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയാമോ? 4 സ്റ്റേജുകളാണല്ലേ. ഈ 4 സ്റ്റേജുകളുടെ പ്രത്യേകത എന്തെന്ന് പറയാമോ? പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പണ്ട് നമ്മൾ ഈ വിറ്റമിൻ അല്ലെങ്കിൽ ടാർ ഉണ്ടാക്കുന്നത് റോഡ് സൈഡിലായിരുന്നു അല്ലേ. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കാണുന്നുണ്ട്, റോഡ് സൈഡിൽ അഗ്രിഗേറ്റ് കൂട്ടിയിടുന്നു, വിറ്റമിൻ കൂട്ടിയിടുന്നു, അതൊരു വലിയ ഡ്രമ്മിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നു അല്ലെ, എന്നിട്ട് അതുകൊണ്ട് ലേ ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും ചെറിയ റോഡുകൾ തന്നെയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഡ്രം മിക്സിംഗ് എന്ന് പറയും. ഒരു ഡ്രമ്മിനകത്ത് മിക്സ് ചെയ്യുന്നതിന് നമ്മൾ ഡ്രം മിക്സിംഗ് ചെയ്തു. ഓക്കെ, അതുകൂടാതെ ഇപ്പോൾ ബാച്ച് മിക്സിംഗ് ആണ് കൂടുതലും വരുന്നത്. അതായത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചില പ്ലാന്റുകളുണ്ട്, ബാച്ച് മിക്സിംഗ് പ്ലാന്റുകളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ടിപ്പറിലായിരിക്കും ഇത് ഇനി കൊണ്ടുവരുന്നത്. അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ പണ്ടൊക്കെ കാണുന്നത് റോഡ് സൈഡിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ചെറിയ റോഡുകൾക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഒരു ഹൈവേ ഒക്കെ ചെയ്യുമ്പോൾ അതെല്ലാം ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് ബാച്ച് മിക്സിംഗ് പ്ലാന്റ് എന്ന് പറയും. അവിടെ പ്രൊഡക്ഷൻ സംഭവിക്കും. എന്താ ഹോളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? What do you mean by hauling? What do you mean by hauling? ട്രാൻസ്പോർട്ട് ആണോ സാറേ? അതായത് നമ്മൾ ഈ സാധനം കറക്റ്റ്, ഇത് ഉണ്ടാക്കിയ സാധനം യാത്ര ചെയ്യണം. നോർമലി ഒരു 2 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും യാത്ര ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഒരു മിക്സ് ഉണ്ടാക്കിയാൽ 2 മണിക്കൂറിനുള്ളിൽ ലേ ചെയ്യാവുന്ന പോലെ വേണം അത് അറേഞ്ച് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരിക്കലും ഇപ്പം എറണാകുളത്ത് ഉണ്ടാക്കിയൊരു സാധനം കോട്ടയത്ത് കൊണ്ടിടാൻ പറ്റത്തില്ല. കോട്ടയത്ത് റോഡ് ടാർ ചെയ്യുന്നെങ്കിൽ കോട്ടയത്തോട് 2 മണിക്കൂറിനുള്ളിൽ ഇത് റോഡ് വരുന്ന പോലെ വേണം നമ്മളിത് പ്ലാൻ ചെയ്യാനായിട്ട്. പിന്നെ ലേയിങ് എന്ന് പറഞ്ഞാൽ സൈറ്റിൽ കൊണ്ടുവന്നിട്ട് അത് ഇടുന്ന സമയം. കോമ്പാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, റോളർ കയറ്റി കോമ്പാക്ട് ചെയ്യുന്നത്. ഈ 4 സ്റ്റേജിലും നമ്മുടെ സപ്പോസ് ഇപ്പം പ്രൊഡക്ഷൻ സംഭവിക്കുന്ന ഒരു 160 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ കോമ്പാക്ഷൻ സംഭവിക്കുന്ന ഏത് ഡിഗ്രിയിലായിരിക്കും? സപ്പോസ് ഇപ്പൊ ഞാൻ 160 ഡിഗ്രി കോമ്പാക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിചാരിക്കുക. അത് കോമ്പാക്ട് ചെയ്യുമ്പോൾ എത്രയാവും? എത്രയായിരിക്കും ഏകദേശം? 140 അല്ലേ വേണ്ടേ?
ഏകദേശം വേണ്ടത് 135 to 155 എന്ന് പറയും. ഒരു മിനിമം 135 എങ്കിലും വേണം. മിനിമം ഒരു 135 എങ്കിലും വേണം. അപ്പോൾ ഒരു 160 പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ 155 പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് 135 കോമ്പാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോർമലി ഈ പ്രൊഡക്ഷനും കോമ്പാക്ഷനും തമ്മിൽ ഒരു 20 ഡിഗ്രിയുടെ വ്യത്യാസം വരും. എനിക്ക് 135 കോമ്പാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ 155 പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആസ് പെർ കോഡ് നമുക്കൊരു 135 to 155 മിനിമം 135 കോമ്പാക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു മിക്സിന് പ്രോപ്പർ കോമ്പാക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഓറിയന്റേഷൻ കിട്ടത്തുള്ളൂ. നമ്മൾ ഈ മഴക്കാലത്തൊക്കെ റോഡ് ടാർ ചെയ്യുമ്പോൾ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ താഴ്ന്നു ചിലപ്പോൾ 80-ലും 70-ലും ഒക്കെ ആവും. ഈ 80-ലും 70-ലും ഇത് കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് പ്രോപ്പർ ഓറിയന്റേഷൻ കിട്ടത്തില്ല. ഓക്കെ, ഞാനതൊരു നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാണ്. പലപ്പോഴും നമ്മൾ ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വഴിക്കൂടെ പോകുമ്പോൾ മഴയത്ത് ടാർ ചെയ്ത് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. മഴയത്ത് ടാർ ചെയ്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ 100-ന് താഴെ വരും. ഒരു 135 കോമ്പാക്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ടുള്ള ഓറിയന്റേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞ സെമസ്റ്റർ നമ്മൾ പിള്ളേരെ കൊണ്ട് പുഷ് ചെയ്ത വർക്കാണ്. അപ്പം ഒരു പ്ലാന്റിൽ പോയി ഞങ്ങൾ അവിടുത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്തു. ടെമ്പറേച്ചർ 150 ആയിരുന്നു. നമുക്ക് ഈ ടെമ്പറേച്ചർ ഗണ്ണാണ്, നമുക്ക് ഈ പനിയൊക്കെ നോക്കാൻ ഉപയോഗിക്കുന്ന പോലെ ഒരു ഗണ്ണാണ്. ഗണ്ണ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ അറിയാം. ഒരു 150 ആയിരുന്നു. പക്ഷെ സൈറ്റ് ഒത്തിരി ദൂരെയായിരുന്നു, ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ സൈറ്റ് വന്നപ്പോൾ കണ്ടോ, അത് ലേ ചെയ്തപ്പോൾ തന്നെ അത് 122 ആയി. ലേ ചെയ്തപ്പോൾ തന്നെ 122 ആയി. പക്ഷെ ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 135 അതിനകത്ത് 122 ആയി. അപ്പൊ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കൊണ്ടുപോകാൻ പറയാൻ പറ്റത്തില്ല. ഈ ഒരു ലോഡിന് ചിലപ്പോൾ ഒരു 50,000 രൂപ വില കാണും. ഈ ബിറ്റുമിനസ് മിക്സ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു ടിപ്പറായി വരുന്ന ലോഡ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 1,00,000 രൂപയൊക്കെ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ചെറിയ ലോറി കാണുന്ന സാധനം പോലും ഒരു 40,000 രൂപ 50,000 രൂപയാണ്. അപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് അത് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞ ആ ഒരു കോൺട്രഡിക്ഷൻ മനസ്സിലായോ? ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മഴയത്ത് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയും. പക്ഷെ ഒരു സാധനം ഉണ്ടാക്കി വന്ന വഴിക്ക് മഴ പെയ്താൽ ഇത് ഇടരുതെന്നും പറയാൻ പറ്റത്തില്ല. ഇടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ്, ഇത് ഭയങ്കര വിലയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബിറ്റുമിനസ് പേയ്മെന്റ് കൺസ്ട്രക്ഷൻ വളരെ കൺട്രോൾഡ് കണ്ടീഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും മഴക്കാലത്ത് ചെയ്യാൻ പാടില്ല. കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇട്ടേ പറ്റുള്ളൂ, അത്രയ്ക്ക് വിലയുള്ള സാധനമാണ്. അപ്പൊ ഈ ഒരു വർക്കിൽ പോലും ശരിക്കും അത് ഇടാൻ പാടില്ലായിരുന്നു. പക്ഷെ ടെമ്പറേച്ചർ ഇത്ര ആയെന്ന് പറഞ്ഞാലും ഈ സാധനം ഇത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പൊ ബിറ്റുമിനസ് പേയ്മെന്റ് കൺസ്ട്രക്ഷന്റെ ഏറ്റവും വലിയൊരു അൺസർട്ടനിറ്റി അവിടെയാണ്. നമുക്ക് ക്വാളിറ്റി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ക്വാളിറ്റി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടം വരും. അതുകൊണ്ട് തന്നെ കഴിവതും ഡ്രൈ സീസണിൽ മാത്രമേ ബിറ്റുമിനസ് പേയ്മെന്റ് കൺസ്ട്രക്ഷൻ ചെയ്യാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം. ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ മൊത്തം എഴുതണ്ട, ഈ 2 സെന്റൻസ് എഴുതുക. Importance of mixing and compaction temperature. Bituminous pavement construction consists of 4 phases: production, holding, laying, and compaction. Asphalt mixtures are most effectively compacted when they are at or near optimum height. That mix. Normally, it is 135 degrees Celsius. ആകെ ബാക്കിയുള്ളത് ഈ മൊഡ്യൂളിൽ നിന്ന് സൂപ്പർ പേ മിക്സസ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾ പാരലി ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചോണം. PPT ഞാൻ ഷെയർ ചെയ്യാം, പക്ഷെ PPT മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഇന്ന് ചെയ്ത പ്രോബ്ലത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? പ്രോബ്ലത്തിലോ അത് കഴിഞ്ഞ് പറഞ്ഞ കാര്യത്തിലോ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അലീന മനസ്സിലായിരുന്നോ പ്രോബ്ലം? യെസ് സർ, മനസ്സിലായി. അശ്വിൻ ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? Yes, sir. Okay then. So we'll continue tomorrow, and tomorrow we'll complete module 2. Thank you. Thank you, sir. Thank you, sir. Thank you, sir.